എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ബയോളജി ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം: പ്രകാശ സംശ്ലേഷണത്തിന്റെ പ്രകാശഘട്ടത്തിൽ പ്രകാശോർജം ഡാഷ് ആയി ATPയിൽ സംഭരിക്കുന്നു. പ്രകാശ സംശ്ലേഷണത്തിന്റെ പ്രകാശഘട്ടത്തിൽ പ്രകാശോർജം ഡാഷ് ആയി ATPയിൽ സംഭരിക്കുന്നു. രാസോർജമായിട്ടാണ് ATPയിൽ സംഭരിക്കുന്നത്. പ്രകാശ സംശ്ലേഷണത്തിലെ ഇരുണ്ട ഘട്ടത്തിന് പറയുന്ന മറ്റൊരു പേരെന്ത്? പ്രകാശ സംശ്ലേഷണത്തിലെ ഇരുണ്ട ഘട്ടത്തിന് പറയുന്ന മറ്റൊരു പേര് കാൽവിൻ ചക്രം. തവിട്ടു നിറത്തിലുള്ള ആൽഗകളാണ് ഡാഷ്. തവിട്ടു നിറത്തിലുള്ള ആൽഗകളാണ് സർഗാസം. സമുദ്രജലത്തിന് മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മജീവി. സമുദ്രജലത്തിന് മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മജീവി സസ്യപ്ലവകങ്ങൾ. പല്ലിന്റെ ഉപരിതലത്തിലുള്ള നിർജീവവും കടുപ്പമേറിയതുമായ ഭാഗം. പല്ലിന്റെ ഉപരിതലത്തിലുള്ള നിർജീവവും കടുപ്പമേറിയതുമായ ഭാഗം ഇനാമൽ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെൻഡൈൻ. ഒന്നുകൂടി: പ്രകാശ സംശ്ലേഷണത്തിന്റെ പ്രകാശഘട്ടത്തിൽ പ്രകാശോർജം ഡാഷായി ATPയിൽ സംഭരിക്കുന്നു. രാസോർജം. പ്രകാശ സംശ്ലേഷണത്തിലെ ഇരുണ്ട ഘട്ടത്തിന് പറയുന്ന മറ്റൊരു പേര് കാൽവിൻ ചക്രം. തവിട്ടു നിറത്തിലുള്ള ആൽഗകളാണ് സർഗാസം. സമുദ്രജലത്തിന് മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മജീവി സസ്യപ്ലവകങ്ങൾ. പല്ലിന്റെ ഉപരിതലത്തിലുള്ള നിർജീവവും കടുപ്പമേറിയതുമായ ഭാഗം ഇനാമൽ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെൻഡൈൻ. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ കല സിമന്റം. ഉമിനീരിലടങ്ങിയിരിക്കുന്ന പ്രധാന രാസാഗ്നി. ഉമിനീരിലടങ്ങിയിരിക്കുന്ന പ്രധാന രാസാഗ്നി സലൈവറി അമിലേസ്. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ഉമിനീരിയിലെ രാസാഗ്നി. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ഉമിനീരിലെ രാസാഗ്നി ലൈസോസൈം. ഭക്ഷണം ആമാശയത്തിലെത്തിക്കാൻ സഹായിക്കുന്ന അന്നനാളഭിത്തിയുടെ തരംഗരൂപത്തിലുള്ള ചലനം. ഭക്ഷണം ആമാശയത്തിലെത്തിക്കാൻ സഹായിക്കുന്ന അന്നനാളഭിത്തിയുടെ തരംഗരൂപത്തിലുള്ള ചലനം പെരിസ്റ്റാൾസിസ്. ആമാശയത്തിൽ വെച്ച് പ്രോട്ടീനുകളെ ഭാഗികമായി പെപ്റ്റോണുകളാക്കുന്ന രാസാഗ്നി. ആമാശയത്തിൽ വെച്ച് പ്രോട്ടീനുകളെ ഭാഗികമായി പെപ്റ്റോണുകളാക്കുന്ന രാസാഗ്നി പെപ്സിൻ. ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന ഘടകം. ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന ഘടകം ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന കോശം. ആമാശയത്തിൽ HCl ഉൽപ്പാദിപ്പിക്കുന്ന കോശം ഓക്സിൻഡിക് കോശം. ഒന്നുകൂടി: മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല സിമന്റം. ഉമിനീരിലടങ്ങിയിരിക്കുന്ന പ്രധാന രാസാഗ്നി സലൈവറി അമിലേസ്. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ഉമിനീരിലെ രാസാഗ്നി ലൈസോസൈം. ഭക്ഷണം ആമാശയത്തിലെത്തിക്കാൻ സഹായിക്കുന്ന അന്നനാളഭിത്തിയുടെ തരംഗരൂപത്തിലുള്ള ചലനം പെരിസ്റ്റാൾസിസ്. ആമാശയത്തിൽ വെച്ച് പ്രോട്ടീനുകളെ ഭാഗികമായി പെപ്റ്റോണുകളാക്കുന്ന രാസാഗ്നി പെപ്സിൻ. ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന ഘടകം ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന കോശം ഓക്സിൻഡിക് കോശം. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.